ഒരു ട്രേഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റീസിൽ ഒന്നാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ഇന്ന് പല ട്രേഡേഴ്സിനും ഇല്ലാത്തതും ഇത് തന്നെയാണ്. കാരണം ഒരാൾ ട്രേഡിംഗ് പഠിക്കുന്ന സമയത്താണെങ്കിലും അത് കഴിഞ്ഞ് ട്രേഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും എത്രയും പെട്ടെന്ന് ട്രേഡുകൾ എടുക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സക്സസ് ആവുക, കുറേ പൈസ ഉണ്ടാക്കുക എന്നുള്ള മോട്ടീവാണ്. ഇപ്പം ഞാൻ പല സ്റ്റുഡൻസിനെയും കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം കൊണ്ട് അവർക്ക് കോഴ്സ് പഠിച്ച് രണ്ടാമത്തെ ദിവസം ട്രേഡ് എടുത്ത് മൂന്നാമത്തെ ദിവസം അവർക്ക് പ്രോഫിറ്റബിൾ ആവണം. ഒരിക്കലും നിങ്ങൾ ട്രേഡിങ്ങിൽ ഒരു ഓവർനൈറ്റ് സക്സസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. അതിന് അതിൻ്റേതായ സമയം നിങ്ങൾ കൊടുക്കണം. ഇപ്പം ഒരു ഡോക്ടറേറ്റ് കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ സമയമുണ്ടല്ലോ. ഒരു 3-4 ഇയേഴ്സ് എങ്കിലും നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കണം. നിങ്ങൾ കോഴ്സ് പഠിച്ച് അതിൽ കുറച്ച് പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്ത ശേഷമാണ് നിങ്ങളൊരു കരിയറായിട്ട് അതിനെടുക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ട്രേഡിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ നോളജ് മാക്സിമം അക്വയർ ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ക്ഷമ കാണിക്കുക. കാരണം ഒരു ഒരു ജാക്ക് പോട്ട് വിന്നിങ് ഒന്നും നിങ്ങളിതിൽ പ്രതീക്ഷിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓവർനൈറ്റ് സക്സസ് ഒന്നും നിങ്ങളിതിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ അതിൽ വർക്ക് ഓൺ ചെയ്തിട്ട് വേണം നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറാൻ വേണ്ടിയിട്ട്.